ഹലോ ഗൈസ്, എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡ് സ്വാഗതം. ഗൈസ്, ഞാനിവിടെ AFK നിൽക്കുവാണ് എൻ്റെ ഷീപ്പ് ഫാർമിൽ. അതിനിപ്പോൾ ഇത്ര ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. വെറും 45 മിനിറ്റ് നിന്നപ്പോൾ തന്നെ എനിക്ക് 1 2 3 4 5 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഷിയേഴ്സ് ഒന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. എല്ലാത്തിനും കുറച്ചൊക്കെ ഉണ്ട് അല്ലേ, ഹെൽത്ത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഒരു നെതർ വാർട്ടും നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വോൾസ് ഇല്ലേ, ഇത് ഞാൻ കംപ്ലീറ്റ് എടുത്ത് റിമൂവ് ചെയ്യാൻ പോകുന്നതാണ്. ഇതിവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ എനിക്ക് ഇപ്പം തന്നെ ഞാൻ പോയിട്ട് കുറച്ച് ആ ഒരു സൈൻ ബോർഡ്സ് എല്ലാം ഒന്ന് മാറ്റട്ടെ. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് പ്ലാൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ സൈൻ ബോർഡ്, രണ്ടാമത്തെ സൈൻ ബോർഡ്, ഇനി അവിടെ രണ്ടെണ്ണം അതുകൂടെ നേരത്ത് മാറ്റണം ഗൈസ്. ഇത് മാറ്റി ഇനി ഇതും കൂടെ മാറ്റാം. ഓക്കെ, അത് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഈ ഒരു സൈഡിലൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സിൽട്ടച്ച് പിക്കാക്സ് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പൊടിച്ച് മാറ്റാം. ഓക്കെ, ഇത് മൊത്തം മൈൻ ചെയ്യുന്ന ഒരു ചെറിയ ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടോ. കേസ് നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കേസ്. ഇപ്പോഴും കാണാൻ കുഴപ്പമൊന്നുമില്ല കേസ്. ഇപ്പോഴും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പറ്റും. ഓക്കെ, ആ ഒരു വോൾസ് ഉള്ളതിൻ്റെ നമുക്ക് ഒരു തടസ്സമില്ല ഇവിടെ. പിന്നെ ഞാൻ ഷെയ്ഡറിങ് എടുത്തിട്ട് ഓക്കെ, ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വൂൾ ഫാം വല്ലതും വർക്കായോ? ഓക്കെ, അതിപ്പോൾ 1 2 3 4 5 6 7 സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 8 സ്റ്റാക്ക് ആവാറായി, കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ലൈറ്റും വെച്ചിട്ടുണ്ട് കേസ് താഴെ. പിന്നെ 8 എണ്ണം, പിന്നെ 10 ലാൻഡഡ് എനിക്ക് ഇനിയും ബാക്കിയുണ്ട് കേസ്. പിന്നെ എല്ലായിടത്തും ഞാൻ വലിച്ചു വാരിയൊന്നും വെച്ചിട്ടില്ല. അത്യാവശ്യം വേണ്ട സ്ഥലത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ്, ഈ വെള്ളത്തിൻ്റെ ടെക്സ്ചറൊക്കെ പൊളിയാണ്. വെള്ളം ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല. അതിൻ്റെ കൂടെ ഞാൻ നൈറ്റ് ഫിഷിനും കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് ഒരു ചെറിയ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മരം കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡിലൊരു മരം നടണം. പിന്നെ ഇവിടെ ഒരു വുഡ് കെട്ടി വെച്ച് കൊണ്ടുപോകുന്നൊരു സംഭവം സെറ്റ് ചെയ്യണം ഗൈസ്. അതേ കണ്ട ഇതുപോലത്തെ സംഭവം ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് റെയിൽ വെക്കാം. ഓക്കെ, 5 റെയിലേ ഉള്ളൂ ഗൈസ്, തികയത്തില്ലെന്ന് തോന്നുന്നു. ഇനി ഒരു റെയിലൂടെ വേണം. ഓക്കെ, ഒന്നുകൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അല്ല, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മുടെ ഒരു ഫാർം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് റെയിൽ എടുത്തായിരുന്നു. അതിപ്പോൾ അവിടെ തന്നെ ഇരിക്കാം, ഞാൻ പൊട്ടിച്ച് മാറ്റിയില്ല. അതേണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കൊരു റെയിലിങ് എടുത്തേക്കാം. ഓക്കെ ഓക്കെ, ആ ഒരു റെയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടെ കൊള്ളാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലൊരു മരം നടണം, ഒരു ചെറിയ ബ്ലൗസത്തിൻ്റെ മരം. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഹേബേൽസിൻ്റെ ഒരു സംഭവം വെക്കണം ഗൈസ്. പിന്നെ എനിക്ക് ഈ ഒരു സൈഡിൽ കുറച്ച് ലീവ്സ് കൂടെ വെക്കണം. എന്നിട്ട് ചുറ്റും വന്ന് ബോൺമീൽ ചെയ്യണം ഗൈസ്. അതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അടിപൊളി ലുക്ക് കിട്ടും ഗൈസ്. പിന്നെ അതെല്ലാം വാങ്ങിച്ച് തരുന്നപ്പോഴത്തേക്കും നമുക്ക് 4 സ്റ്റാക്ക് 7 എണ്ണം കിട്ടും ഗൈസ്. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, എനിക്ക് എന്തിനേലും ഇത് യൂസ് ആവും, എനിക്കിത് വേസ്റ്റ് അല്ല. ഞാൻ അത്രയും നേരം ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഗൈസ് ഇത്രയും ഈ ഒരു സംഭവം. എനിക്ക് അല്ലാണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഈ ഒരു സ്റ്റോൺസും ഈ സ്റ്റോൺ വോൾസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദൂരം നമുക്ക് ഇതിനകത്തേക്ക് വെച്ചേക്കാം. ഓക്കെ, ബോൺ മീലിന് വേണ്ടിയിട്ട് നമ്മൾ 16 ബോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ബ്ലൗസ് എനിക്ക് എവിടെ നിന്നാണ്ട് കിട്ടിയായിരുന്നു, മറ്റേ വാൾഡ്രൻ ട്രേഡറിൻ്റെ നമ്മൾ വാങ്ങിച്ചപ്പോൾ മറ്റേ അയൺ ഫാർം ഉണ്ടാക്കുന്ന ടൈമിൽ. ഓക്കെ, അത് അതിനകത്ത് തന്നെ കാണും. അതെ, 2 എണ്ണം ഉണ്ട്. അതങ്ങ് എടുത്തേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ മരവേ വരാവുള്ളൂ. എനിക്ക് കുറച്ച് റിക്വസ്റ്റസ്. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഒരു തണൽ പോലെ സംഭവം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ലീവ്സ് വെക്കണം ഗൈസ്. ഇത്രയും മതി ഗൈസ്, ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തും പിന്നെ ഇപ്പുറത്തും നമ്മൾ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്, ഈ ലീവ്സ്. ഓക്കെ, ഇനി നമുക്ക് ചുറ്റും ഒന്ന് ബോൺ മീൽ ചെയ്യാം ഗൈസ്. ഇവിടെ പിന്നെ ഇവിടെ 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 പിന്നെ ചുറ്റും ബോൺ മീൽ ചെയ്യണം. ഓക്കെ, സെറ്റ്.
ഓക്കെ, എന്നിട്ട് ഇവിടെ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അവിടെ നമുക്ക് ഹേബേൽസ് വെക്കണം ഗൈസ്. ഓക്കെ, ഞാൻ മറ്റേ വീറ്റ് വളർന്നു നോക്കാം ഗൈസ്. നമ്മൾ ഇത്രയും നേരം വെള്ളി തോണ്ടുന്ന സമയത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ബോൺ മീൽ, എൻ്റെ ഒരു കുറച്ച് ബോൺ മീൽ കൂടെ ഉണ്ട്, 3-4 സ്റ്റാക്ക്. ഓക്കെ, ഒരു സ്റ്റാക്ക് എങ്ങാണ്ടുണ്ട്, നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ബോൺ മീൽ ചെയ്യാം. കുറേ സീഡ് കിട്ടി നല്ല വെള്ളത്ത് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് വീറ്റുണ്ട്. ഓക്കെ, ഒരു വീട് ഷേപ്പിൽ ചുമ്മാ രസത്തിന്. ഓക്കെ, അത് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ ഒരു സ്ഥലം കൊണ്ട് ഒരു രസമുണ്ട് കാണാൻ. ഓക്കെ, ഇപ്പോൾ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന്. സൈഡിലൊരു ക്യാമ്പ് ഫയർ, ഒരു വലിയൊരു മരം, പ്ലസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിൾസ് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, കംപ്ലീറ്റ് ഈ ഒരു സ്ഥലം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കേവ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യും ഗൈസ്. ചെറിയൊരു കേവ് നമ്മൾ താഴോട്ട് കുഴിച്ചിട്ട് നമ്മൾ ഇതൊന്നും ഒരു കേവിലോട്ട് ശരിയാ ഗൈസ്. ഇപ്പം നൈറ്റാണ്, എനിക്ക് നൈറ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, കേവിലോട്ട് നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പ് മൈൻ ചെയ്ത ഒരു സ്ഥലം കിട്ടും, മറ്റേ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത സ്ഥലമില്ലേ. അപ്പോൾ ആ സ്ഥലം എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെ അടുത്ത് ഒരു മതിൽ കെട്ടിയിട്ട് നമ്മൾ ആ സ്ഥലം മൊത്തം കംപ്ലീറ്റ് ചെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഫാർമിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഏതെങ്കിലും ഒരു ഫാർം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെക്കാനായിട്ടുള്ള സ്ഥലവും, പിന്നെ എനിക്ക് മൈൻക്രാഫ്റ്റിൽ കിട്ടുന്ന കുറേ ബ്ലോക്സ് വെക്കാനുള്ള സ്ഥലവും കൂടെയാണ് ആ ഒരു സ്റ്റോറേജ് ഗൈസ്. പിന്നെ എൻ്റെ വീടിനകത്തിരിക്കുന്ന സ്റ്റോറേജ് തീർന്നാലും അതും എനിക്ക് അവിടെ കൊണ്ട് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അന്ന് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ആ പെട്ടി ഉണ്ടാക്കാൻ ഒരു വുഡ് പോലും ഇല്ല. എനിക്ക് അപ്പുറത്തെ ഐലൻഡിൽ പോയിട്ട് ഗ്രൈൻഡ് ചെയ്തൊന്നും മേലെ ഗൈസ്. ഇനി ഇതൊരു നല്ല സോഡ് അല്ല, എൻ്റെ ഒരു നല്ല ഒരു ആക്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണേൽ ആ സൈഡിലും അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ആ ഒരു സൂപ്പർ സ്മെൽറ്റർ, എന്തായാലും ഒരു 10 ഫർണസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ സൂപ്പർ സ്മെൽറ്റർ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ആ ഒരു കുഴിയില്ലേ ഗൈസ്, നമ്മൾ നെതർ പോർട്ടലിരിക്കുന്ന ഈ ഒരു കുഴി അത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നെതറിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു പോർട്ടലാണ്. എനിക്കൊരു കുഴി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അത് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ സൈഡിലാണ് എൻ്റെ കുതിരയെ വെക്കാൻ പോകുന്നത്, എൻ്റെ ഹോഴ്സില്ലേ. എനിക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു ഹോഴ്സിനെ, അതായത് വിൽക്കുന്നതിനെ പേരിട്ടൊരു ഹോഴ്സ്, അതിനെ നമ്മൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ വരാം.